2 ദിവസം മുമ്പ് നേപ്പാളിൽ വലിയൊരു സംഭവം നടന്നു. നമ്മുടെ മീഡിയ അത് ശ്രദ്ധിച്ചില്ല. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ത്രിഭുവൻ എയർപോർട്ടിൽ നേപ്പാളിൻ്റെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ജ്ഞാനേന്ദ്ര രാജാവ് വിമാനത്തിൽ വന്നിറങ്ങി. അവിടെ ഒരു 10-15 ആൾക്കാർ കൂടി ഇദ്ദേഹത്തിന് ജയ് വിളിച്ചു. രാജഭരണം തിരിച്ചു വരണം എന്ന് ആക്രോശിച്ചു. അതൊക്കെ സ്വാഭാവികം എന്ന് നമുക്ക് വിചാരിക്കാം. അതിൻ്റെ കൂടെ ഒരു കയ്യിൽ ഈ രാജാവിൻ്റെ ജ്ഞാനേന്ദ്രയുടെ പടം, മറ്റേ കയ്യിൽ യോഗി ആദിത്യനാഥിൻ്റെ പടം. അപ്പോൾ ഇത് വലിയ അത്ഭുതം ഉണ്ടാക്കി. കാരണം നേപ്പാളിൽ യോഗി ആദിത്യനാഥിന് എന്ത് കാര്യം? വലുതായിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് പേരുടെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ശ്രദ്ധിക്കപ്പെട്ടു അല്ലാതെ. നേപ്പാൾ വേറൊരു രാജ്യമാണല്ലോ. യോഗി ആദിത്യനാഥിൻ്റെ ഫോട്ടോ അവർ പൊക്കി കാണിക്കേണ്ട കാര്യം എന്താ? അവർക്ക് രാജാവിനെ തിരിച്ചു കൊണ്ടുവരുമോ വരാതിരിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. യോഗി ആദിത്യനാഥിന് എന്താ അതിൽ കാര്യം? അപ്പോൾ ഇത് സംഭവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ നേപ്പാൾ നമ്മളോട് അടുക്കാൻ ശ്രമിച്ചിരുന്നു. അന്നും അവിടെ രാജഭരണമാണ്. നമ്മളുമായിട്ട് അടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ ജവഹർലാൽ നെഹ്റുവിന് അത് ഇഷ്ടമായിരുന്നില്ല. കാരണം നേപ്പാൾ ഹിന്ദു രാഷ്ട്രമായിട്ട് സ്വയം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മതേതര വിരുദ്ധമാണല്ലോ. അതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് അടുപ്പം വേണ്ട. പകരം മതേതരരായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളുമായിട്ട് നമുക്ക് അടുപ്പം വയ്ക്കാം. ഇതായിരുന്നു നെഹ്റുവിൻ്റെ നയം. അതായിരുന്നു. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയമാണ്, മറ്റെല്ലാ മതങ്ങളും സ്വർഗീയമാണ്, അങ്ങനെ പരിശുദ്ധമാണ്. ഇതാണല്ലോ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇപ്പോഴും തുടരുന്നുണ്ട്. നെഹ്റുവിയൻ ഇക്വേഷൻ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയം കഴിഞ്ഞിട്ട് ശാസ്ത്രി വന്നപ്പോൾ ശാസ്ത്രിക്ക് ഇതിൻ്റെ അപകടം മനസ്സിലായി. കാരണം നേപ്പാൾ എന്ന ചെറിയ രാജ്യത്തിന് സഹായിക്കാൻ ആരെങ്കിലും വേണം, എങ്കിലേ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒന്ന് ചൈന അല്ലെങ്കിൽ ഇന്ത്യ, 2 രാജ്യങ്ങളല്ലേ ഉള്ളൂ. വടക്ക് ചൈന, തെക്ക് ഇന്ത്യ, ഇങ്ങനെയാണ് നേപ്പാളിൻ്റെ കിടപ്പ്. ഇപ്പോൾ ഇന്ത്യ സഹായിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ചൈനയുടെ അടുത്തേക്ക് പോകുമെന്ന് മാത്രമല്ല, അവർ പോയി ചൈനയുടെ ഭാഗത്തേക്ക് പോയി. ശാസ്ത്രി അത് മനസ്സിലാക്കി കറക്റ്റീവ് സ്റ്റെപ്സൊക്കെ എടുത്തെങ്കിലും ശാസ്ത്രിയുടെ ഭരണം അധികകാലം നിലനിന്നില്ല. പിന്നീട് ഇന്ദിരാഗാന്ധിയായി. ഇന്ദിരാഗാന്ധിയും ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും ചെലുത്തിയില്ല. ഇടയ്ക്ക് അവരെ ഒന്ന് കൂടെ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും അത് സാധിച്ചില്ല. പോകെ പിന്നെ നമുക്ക് പരാതിയായി. അവർ ആൻറ്റി എയർക്രാഫ്റ്റ് തോക്കുകൾ വാങ്ങിച്ചു നേപ്പാൾ. അതെന്തിന് വാങ്ങിച്ചു എന്ന് ഇന്ത്യ. അത് നമ്മുടെ വിമാനത്തെ വെടിവെക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കം സംഗതിക്ക്. ഏതായാലും ഒരു നല്ല റിലേഷൻ അല്ല നമ്മളും നേപ്പാളുമായിട്ട് ഒരു കാലത്തും ഉണ്ടായിരുന്നു. എന്നാൽ യുദ്ധത്തിലേക്ക് വഴക്കിലേക്ക് ഒന്നും പോയില്ല. ജനങ്ങളെ ഇത് ബാധിച്ചില്ല കേട്ടോ. ജനങ്ങൾ ധാരാളമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു. വലിയ പാസ്പോർട്ടോ റെസ്ട്രിക്ഷനോ അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ കറൻസി അവിടെ എടുക്കുമ്പോൾ വലിയ സന്തോഷം. ബട്ട് ഭരണകൂടങ്ങൾ തമ്മിൽ അത്ര രസത്തിലൊന്നും ആയിരുന്നില്ല. ഇതിന് കാരണമായിട്ട് നേപ്പാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, നിങ്ങൾ ഇന്ത്യയും നേപ്പാളും ഭായി എന്ന് പറയുന്നു. ഭായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാരിൽ ഒരാൾ മൂത്തവനായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് ഇന്ത്യ മൂത്തവൻ, ഞാൻ ഇളയവൻ. ഈ തത്വം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് മിത്രങ്ങളാവാം, കൂട്ടുകാരാവാം, സഹോദരന്മാരാവണ്ട. ഞങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താ പിന്നെ? അപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി ഒന്നുമില്ല. നേപ്പാളി ഹിന്ദുവും ഇന്ത്യൻ ഹിന്ദുവും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും. ഇവിടെയാണ് യോഗി ആദിത്യനാഥിൻ്റെ ഫോട്ടോ അവരെടുത്ത് പിടിച്ചതിൻ്റെ രഹസ്യം. കാരണം ഈ നാഥ സമ്പ്രദായത്തിൽപ്പെട്ട ആളാണല്ലോ യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന മഹന്ത് അവൈദ്യനാഥ്, ആ പരമ്പര തുടങ്ങിയ ആൾ. അയാളോട് കൂറുള്ള നാഥ സമ്പ്രദായക്കാർ ധാരാളം നേപ്പാളിലുണ്ടായിരുന്നു.
നേപ്പാൾ രാജാവ് വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് വരെ നാഥ സമ്പ്രദായത്തിൽപ്പെട്ട കുറേയധികം പേര് വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആ പാരമ്പര്യം ഇപ്പോഴും ഉണ്ട്. ഈ രാഷ്ട്രീയത്തിനപ്പുറം, രാജ്യത്തിൻ്റെ അതിരുകൾക്കപ്പുറമാണ് ഈ നാഥ സമ്പ്രദായത്തിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെയും എല്ലാം സ്വാധീനം കിടക്കുന്നത്. അതുകൊണ്ടാണ് അവർ യോഗി ആദിത്യനാഥിൻ്റെ ഫോട്ടോ ജ്ഞാനേന്ദ്ര രാജാവിൻ്റെ ഫോട്ടോയുടെ കൂടെ പൊക്കിപ്പിടിക്കാൻ കാരണം. അപ്പോൾ നാഥ സമ്പ്രദായത്തിൻ്റെ സ്വാധീനം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ ഈ രാജാവിൻ്റെ കാര്യം പറഞ്ഞാൽ, നേപ്പാൾ രാജാവ് വലിയ പ്രോമിനൻസിലിരുന്നാണ്. കുഞ്ചൻ നമ്പ്യാർ വരെ പരാമർശിച്ചിട്ടുണ്ട് നേപ്പാൾ രാജാവിനെ പറ്റി. നേപ്പാളക്ഷിതി തന്നിൽ വസിക്കും ഭൂപാളൻ്റെ ലാടം തന്നിൽ ചേറുപുരണ്ടതു കണ്ടാൽ അത് വില പേറില്ലാത്തൊരു കസ്തൂരിക്കുറി എന്ന് ഈ രാജാവിനെ എല്ലാവരും കൂടെ പുകഴ്ത്തുമല്ലോ. അപ്പം നേപ്പാൾ രാജാവിൻ്റെ നെറ്റിയിൽ ചേറ് പുരണ്ട് കഴിഞ്ഞാൽ അത് ചേറല്ല, അത് കസ്തൂരിക്കുറിയാണെന്ന് ആൾക്കാർ പറയുന്നൊക്കെ കുഞ്ചൻ നമ്പ്യാർ പരിഹസിക്കാൻ പോലും അദ്ദേഹം എടുത്ത ആൾ നേപ്പാൾ രാജാവാണ്. അപ്പോൾ നേപ്പാൾ രാജാവ് ചെറിയ ആളല്ല എന്നർത്ഥം. പണ്ട് മുതലേ വലിയ പേരുകേട്ട ആൾക്കാരാണ്, വിഷ്ണുവിൻ്റെ അവതാരം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഫലത്തിൽ ഒരു 1960 മുതലൊക്കെ ഇങ്ങോട്ട് വളരെ ക്രൂരമായ ഭരണം നേപ്പാൾ രാജാവ് നടപ്പിലാക്കി. അവിടെ ഒരു ഡെമോക്രസി ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ പാർട്ടി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന സമ്പ്രദായം, അതായത് ഒരു പാർലമെൻറ്റൊക്കെ ഉണ്ടാകും, മറ്റ് പാർട്ടികളുണ്ടാകും, തിരഞ്ഞെടുപ്പുണ്ടാകും, പക്ഷേ രാജാവിൻ്റെ വാക്കായിരിക്കും ഫൈനൽ. ഏകദേശം ഇപ്പോൾ ഇംഗ്ലണ്ടിലെ രാജ്ഞിക്ക് ഇപ്പോഴും ഒരു സേ ഇല്ലേ, അതുപോലെ ഈ രാജാവിന് കുറച്ചുകൂടെ സേ ഉണ്ടാവും. നമ്മളുടെ ശ്രീമൂലം അസംബ്ലിയൊക്കെ ചിത്തിര തിരുനാൾ മഹാരാജാവുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കീഴിൽ തെരഞ്ഞെടുപ്പ്, അസംബ്ലി ഇതൊക്കെയുണ്ട്. ഈ രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മൊനാർക്കി ആയിരുന്നു നേപ്പാൾ. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊനാർക്കി നേപ്പാൾ രാജാവ് ഇല്ലാതെയാക്കി. 1960-ലാണെന്ന് തോന്നുന്നു. ഇല്ലാതെയാക്കിയിട്ട് പാർലമെൻറ്റും ഇതൊന്നും വേണ്ട, നിയമസഭയും വേണ്ട, പഞ്ചായത്ത് മാത്രം മതി, അവിടം വെച്ച് നിങ്ങളുടെ ജനാധിപത്യം അവസാനിച്ചു, ബാക്കിയൊക്കെ ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് ശുദ്ധ മൊണാർക്കിയാക്കി. അപ്പോൾ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അന്നു മുതൽ വഴക്കും കച്ചറയും സംഗതിയൊക്കെ തുടങ്ങി. ഭാരതം, നമ്മൾ ഡെമോക്രസിയെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. ഡെമോക്രസിയെ അനുകൂലിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് രാജാവിൻ്റെ എതിരാളികളായിട്ട് നമ്മൾ മാറി. ഇതൊക്കെ മനസ്സിൽ പെർസെപ്ഷനാണല്ലോ ഇതിൻ്റെ എല്ലാം. ആരും പരസ്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പോയി ഈ ബീരേന്ദ്ര രാജാവിൻ്റെ കാലം 2001 ബീരേന്ദ്ര രാജാവ് സ്വന്തം മകനാൽ വെടികൊണ്ട് കൊല്ലപ്പെട്ടു. കൊട്ടാരത്തിനകത്ത് വെച്ച് രാത്രി അത്താഴത്തിന് എല്ലാവരും ഇരിക്കുമ്പോൾ ഈ മകൻ തോക്കെടുത്തിട്ട് എല്ലാവരെയും വെടിവെച്ച് കൊന്നു. അയാളും സ്വയം വെടിവെച്ച് ചത്തു. മൊത്തം 9 പേര് മരിച്ചു. അപ്പോൾ ആ ആരുമില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ മകനാണ് അടുത്ത രാജാവാകേണ്ടത്. അതിന് പകരം സഹോദരൻ അടുത്ത രാജാവായി. അങ്ങനെ ആയതാണ് ഈ ജ്ഞാനേന്ദ്ര രാജാവ്. ഈ രാജാവ് പഴയ സിസ്റ്റം തന്നെ തുടർന്നു. അപ്പോഴത്തേക്ക് ഈ ജനപിന്തുണ നഷ്ടപ്പെട്ടു. പൊളിറ്റിക്കൽ പാർട്ടികൾ വലിയ പ്രശ്നമായി. മാവോവാദികളുടെ വലിയ പ്രശ്നം അവിടെ തുടങ്ങി. ഈ കിങ് ജ്ഞാനേന്ദ്ര 2 തരത്തിലുള്ള ഫോഴ്സുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങി. ഒന്ന് മാവോവാദികൾ എന്ന നക്സൽ വിഭാഗം, മറ്റൊന്ന് മറ്റ് സാധാരണ പൊളിറ്റിക്കൽ പാർട്ടികൾ. ഈ 2 പേരുമായിട്ടും ഏറ്റുമുട്ടി അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ 2 പേരും ഗ്യാങ്ങായിട്ട് രാജാവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, സ്ഥാനഭ്രഷ്ടനാക്കാൻ ശ്രമിച്ചു. വാസ്തവത്തിൽ ഭാരതത്തിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അന്ന് ജനങ്ങളുടെ കൂടെ എന്നുള്ള പേരിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടികളെ പിന്തുണച്ചു, മാവോവാദികളെ അടക്കം പിന്തുണച്ചു. അതൊക്കെ നമ്മൾ നടത്തിയ സൈലൻ്റ് ഓപ്പറേഷൻസാണ്. എന്നിട്ട് ഈ ജ്ഞാനേന്ദ്രയ്ക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നു. ജനാധിപത്യം പൂത്തുലഞ്ഞു. 2008 ജനാധിപത്യമായി, തെരഞ്ഞെടുപ്പായി, ബഹളമായി. ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ 17 വർഷമായി ജനാധിപത്യം. ഇതിനിടയ്ക്ക് 13 മന്ത്രിസഭകളായി കഴിഞ്ഞു. മന്ത്രിസഭ അധികാരത്തിലേറുക, വീഴുക, തെരഞ്ഞെടുപ്പ് നടത്തുക, നടപ്പാക്കുക,
ഈ കോമ്പിനേഷൻ ആ കോമ്പിനേഷൻ നമ്മുടെ ദേവഗൗഡ ഐക്യ ഗുജറാൾ ആ കാലം ഓർമ്മയില്ലേ? ഈ കാലം ഇതുപോലെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രാജ്യം കൂട്ടിച്ചോറാകും. അതാണ് ഇപ്പോൾ നേപ്പാളിന് സംഭവിച്ചത്. ജനങ്ങൾക്ക് ജനാധിപത്യം തന്നെ മതിയായി. 17 വർഷം കൊണ്ട് 13 മന്ത്രിസഭ കണ്ടു. നമസ്കാരം ജനാധിപത്യത്തിന്. രാജാവ് തിരിച്ചു വരട്ടെ. ഒന്നുമില്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഉണ്ടായിരുന്നു. മനുഷ്യനൊരു കാര്യം തീർച്ചയും മുറിച്ചയും ഉണ്ടായിരുന്നില്ല. അത് മതി എന്ന് പറഞ്ഞിട്ട് വലിയ ജനക്കൂട്ടം കൂടിയതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പുറകിലൊരു പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, RRP എന്നോ അങ്ങനെ പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടി. ബട്ട് നേപ്പാളിൽ നടന്നത് വെറും ഒരു ഡെമോക്രാറ്റിക് പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. അതിനകത്ത് ഒരു കൾച്ചറൽ ലിങ്കുണ്ട്. ആ ലിങ്കിൻ്റെ അടയാളമാണ് യോഗി ആദിത്യനാഥിൻ്റെ ഫോട്ടോ. വാസ്തവത്തിൽ യോഗി ആദിത്യനാഥ് വിചാരിച്ചു കഴിഞ്ഞാൽ നേപ്പാളിൽ പലതും ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ അടയാളം കൂടെയാണ് ത്രിഭുവൻ എയർപോർട്ടിൽ കണ്ട ആ ഫോട്ടോ. അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ പ്രഭാവം എവിടം വരെ പോയിരിക്കുന്നു എന്ന് നോക്കുക. നമ്മൾ നിസ്സാരമായിട്ട് ബുൾഡോസർ ബാബ അത് ഇതെന്നൊക്കെ പറയും. അങ്ങനെയുള്ളതല്ല യോഗിയുടെ സ്വാധീനം. അതിലുമൊക്കെ അപ്പുറത്താണ്. അത് നേപ്പാൾ വരെ എത്തിയിരിക്കുന്നു. അതെപ്പോൾ സക്സസ്ഫുൾ ആവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ രാജഭരണം വരണമെന്നോ വരാതിരിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. അതൊക്കെ അവിടുത്തെ ജനങ്ങളുടെ കാര്യം. ബട്ട് നാഥ് സമ്പ്രദായത്തിലൂടെ യോഗിയുടെയും അതിലൂടെ ഹിന്ദുത്വത്തിൻ്റെയും പ്രഭാവം നേപ്പാളിനെ ഒരിക്കൽ കൂടെ ഹിന്ദുരാഷ്ട്രമാക്കും എന്നുള്ള പ്രതീക്ഷ പലരിലും ഉണർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഭാവി പ്രവചിക്കാനാവില്ല. താങ്ക് യു.